ഇന്നത്തെ വചനചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഉയർന്ന മലയിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്ന ഭാഗമാണ് വിവരിച്ചിരിക്കുന്നത്. ഈ ഭാഗം നമുക്കെല്ലാം സുപരിചിതമാണ്. യേശു തൻ്റെ 12 ശിഷ്യന്മാരിൽ നിന്ന് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിൽ പ്രാർത്ഥിക്കുവാൻ പോയി. എല്ലാവരെയും കൂട്ടിയില്ല, 3 പേരെ മാത്രം. ഇതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുന്നത് ചിലപ്പോഴൊക്കെ ദൈവം നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നു. അതിൻ്റെ കാരണം നമ്മെ ഒറ്റപ്പെടുത്തുവാനല്ല, മറിച്ച് ദൈവം നമ്മെ പ്രത്യേക അനുഭവത്തിനും വെളിപ്പാടിനുമായി തയ്യാറാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഒറ്റപ്പെടലും ബുദ്ധിമുട്ടും ഉണ്ടാകും. അപ്പോൾ നാം വിചാരിക്കരുത് ദൈവം നമ്മെ കൈവിട്ടു എന്ന്. മറിച്ച് ദൈവം നമ്മെ ഉയർന്ന അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കുകയാണ്. യേശു മലയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖം പ്രകാശിച്ചു, വസ്ത്രം വെള്ളയായി തിളങ്ങി. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടു. ശിഷ്യന്മാർ അത് കണ്ട് വിസ്മയപ്പെട്ടു. പത്രോസ് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ അത് അത്ര മാധുര്യവും സന്തോഷവുമാണ്. ലോകത്തിലെ കാര്യങ്ങൾ നാം മറന്നു പോകാൻ ഇടയായിട്ട് തീരും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ദൈവ സാന്നിധ്യം കിട്ടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ശാന്തിയും സന്തോഷവും സമാധാനവും കൊണ്ട് നിറയുവാൻ ഇടയായിട്ട് തീരും. ലോകത്തിന് ആ സമാധാനത്തെ കെടുത്തുവാൻ കഴിയത്തില്ല, ആ സന്തോഷത്തെ ഇല്ലാതാക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ദൈവശബ്ദം കേൾക്കുന്ന നാം ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ ഒറ്റപ്പെടലോ പ്രയാസമോ വന്നാൽ ഭയപ്പെടേണ്ട. യേശു നമ്മെ വേർതിരിച്ച് കൊണ്ടുപോകുന്നത് മഹത്വം കാണിക്കുവാനാണ്. പ്രാർത്ഥനയിലിരിക്കുക. ദൈവം തീർച്ചയായും തൻ്റെ മഹത്വം കൊണ്ട് നമ്മളെ നിറയ്ക്കും, അവൻ്റെ മഹത്വം അനുഭവിപ്പാൻ ഇടയാക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ വേർതിരിച്ച് പ്രാർത്ഥനയുടെ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ഉയർന്ന നിലവാരത്തിൽ അങ്ങയോടുകൂടി ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതൊരു വെളിപ്പാടായി സ്വീകരിച്ച് ഈ ദിവസങ്ങളിൽ സമയങ്ങളെ വേർതിരിച്ച് അങ്ങയോടുകൂടി ആയിരിക്കാൻ അങ്ങ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹത്വം കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസം മുഴുവൻ നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ദൈവ ശബ്ദം കേട്ട ഓരോ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.